ഹലോ M4Mathew ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ നോക്കാൻ പോവാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ കുക്കിംഗ് ആണ്. ഔട്ട്ഡോർ കുക്കിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ റെസിപ്പി എന്ന് ചോദിച്ചാൽ ഈ KFCയുടെ ഹോൾ ചിക്കനാണ്. എന്ന് പറഞ്ഞാൽ ചിക്കൻ മൊത്തത്തിൽ നമ്മളിട്ട് KFC ആയിട്ട് നമ്മൾ റെഡി ചെയ്തെടുക്കുകയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് തന്നെ എങ്ങനെ ചെയ്യുന്നത് നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. ഓടിവാ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാമേ. ഇത് മൊത്തം ബ്ലഡാണ്. അപ്പോൾ ശരിക്കും ഈ ബ്ലഡെല്ലാം കൂടെ കഴുകിക്കളയണം. 2-3 കഴുകൊക്കെ കഴുകിയാലേ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആകത്തുള്ളൂ. അതൊക്കെ ഒത്തിരി വേസ്റ്റുകൾ വരും. വേസ്റ്റുകളെല്ലാം ഇങ്ങനെ എടുത്ത് കളയണം. മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ പിടിക്കത്തില്ല. ഇതെല്ലാം വലിച്ചു കുറച്ച് ഞാൻ കളയണം. ഈ നെയ്യൊന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ 2 കോഴി നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി. ഇനി ഇതൊന്നും വരയാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ ഇച്ചിരി മാംസം കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം. നമ്മുടെ കഴുത്തിലും ചെറുതായിട്ടൊന്ന് മസാല പിടിക്കാൻ കണക്കായിട്ട് ചെറുതായിട്ടൊന്ന്, കാരണം നമ്മൾ കഴുത്തും കളയുന്നില്ല. അപ്പോൾ ഒന്ന് വരഞ്ഞു. അതുപോലെ മറ്റേ ചിക്കനും കൂടെ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്തെടുക്കാമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചില മൈദ ഇട്ട് കൊടുക്കുന്നു. ഒരു 8 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു. അടുത്ത് നമ്മൾ കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തു. അടുത്ത് നമ്മൾ ഒരല്പം കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നു. ഇത് ഒത്തിരി വേണ്ട, ഒരു 2.5 സ്പൂണ് ഞാൻ ഇടുന്നുണ്ട്. 2.5 ടീസ്പൂണാണേ. ഗരം മസാല നമ്മൾ ഒരു ഏകദേശം 2 ടീസ്പൂണിന് ഗരം മസാല ഇടുന്നുണ്ട്. 2 ടീസ്പൂണിന് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത് 1 ടീസ്പൂണിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിടുന്നത്. ഒരു 2.5 ടീസ്പൂണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാമേ. ഇതെല്ലാം കൂടെ നമ്മളിട്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ചിലപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ഇതിനകത്ത് കട്ട പിടിച്ച് കിടക്കും. അതൊക്കെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചിടണം. നമ്മളപ്പം ഈ പൊടികളൊക്കെ നല്ലോണം മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചിക്കൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതൊന്ന് ഇതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മൊത്തത്തിലൊന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. ഈ ഇടഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഈ പൊടിയൊക്കെ കൊള്ളണം ഇതിനകത്ത്. കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ വരഞ്ഞെടുത്തൊക്കെ നല്ലോണം ഒന്ന് പിടിപ്പിക്കണത്. അകത്തും ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ. അടുത്ത ചിക്കനും ഇതുപോലെ എടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് ഉരുട്ടുക. ഇതൊക്കെ ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ചിക്കനെ കൊണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. ഈ ചിക്കന് തന്നെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അതെല്ലാം കൂടെ അസ്തമിച്ച് തണ്ട കിടക്കുന്ന കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 മുട്ട ഇതിനകത്ത് പൊട്ടിച്ചിടാമേ.
നമ്മൾ 4 മുട്ട പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞ് ഒരു 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നമ്മൾ പേസ്റ്റാക്കിയത് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ അതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. മൊത്തത്തിൽ ഇതൊന്ന് നമ്മളിട്ട് ആ പൊടിയും മുട്ടയും കൂടെ എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതെല്ലാം കൂടെ നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടപ്പോൾ എന്താ ഒരു മണമെന്നറിയാമോ? മുട്ട മാത്രമാണെങ്കിൽ ഇത്രയും മണം വരത്തില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മുട്ടയും കൂടെ ഒക്കെ ചേർന്നപ്പം ആഹാ, വല്ല പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഈ അകത്തൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇത് കാരണം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്നതാണ്. നമ്മൾ അവസാനം ഈ ഓട്സൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ കഴുത്തേലൊക്കെ ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. മാക്സിമം കുരു ഇടാതെ ശ്രദ്ധിക്കണം. കുരു അതിനകത്ത് ആവശ്യമില്ല. നമുക്ക് ഈ നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അത് കുരു ഉണ്ടെങ്കിൽ വീഴുവാണെങ്കിൽ അത് എടുത്ത് കളഞ്ഞേക്കണം. അപ്പോൾ നമ്മളൊരു 1.5 നാരങ്ങയാണ് ഇനി പിഴിഞ്ഞൊഴിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ നാരങ്ങയുടെ നീര് ചിക്കനിലെല്ലാം ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കോഴിയും നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 അവർ ഇത് റെസ്റ്റിന് വെച്ചേക്കണം. അപ്പോൾ ഒരു 1 അവർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു അടുപ്പൊക്കെ തട്ടിക്കൂട്ടാം. നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. ഇത് നല്ലോണം ഒന്ന് കത്തി പിടിക്കട്ടെ. ഇതിനകത്ത് ഇതൊന്ന് കത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീനിച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ നല്ലോണം ഒന്ന് കത്തി വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം തീ കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചീനിച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് ഈ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിന് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ 1 ലിറ്റർ ആദ്യം ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമ്മളിപ്പോൾ ഒരു 1.5 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 അവർ നമ്മൾ റെസ്റ്റിന് വെച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചൊക്കെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോഴി എടുക്കുക. ഇത് ഓട്സാണ്. നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു കോഴി എടുക്കുക. ഈ ഓട്സിലോട്ട് വെച്ച് ഇത് മൊത്തം ഒന്ന് കോട്ട് ചെയ്യണം. ഈ ഓട്സ് വെച്ച് തന്നെ മൊത്തം ഒന്ന് നമ്മളിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുവാണ്. ആദ്യം പുറമെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്യാം. ഈ കഴുത്തിലൊക്കെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ അകവശമൊക്കെ ഇതുപോലെ ഒന്ന് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഫുൾ നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ കോഴി മുഴുവൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. വാ, തിളകണ്ട. അവിടെ എണ്ണയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തീ ഒന്ന് അടങ്ങുമ്പോൾ നമുക്ക് ഇത്ര തീ ആവശ്യമില്ല. അതൊന്ന് കുറച്ച് കൊടുക്കാം നമുക്ക്. കാരണം ഒത്തിരി തീ ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്ക് ഇട്ട് ഒത്തിരി നേരം വെച്ചേക്കാൻ ഒക്കത്തില്ല. ഇതുപോലെ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇത് തിരിച്ചിടാൻ നോക്കണം.
കാരണം രണ്ട് സൈഡ് നമുക്ക് ഒരുപോലെ വെന്ത് വരണം. അപ്പോൾ ആദ്യം താഴ്വശം ഒരല്പം ഒന്ന് എണ്ണ പിടിച്ച് വരുന്ന സമയത്തിന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എങ്കിൽ നമുക്ക് രണ്ട് വശവും ഒരുപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറവശം ഒന്ന് വേകട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. തീ ഇത്രയും വരാൻ പാടില്ല. നമ്മൾ പിന്നെ ഔട്ട്ഡോർ കുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് സമയമായി വരുന്നതുകൊണ്ട് കുറച്ച് തീ കൂടുതലാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡ് കിടന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ വെന്ത് വരാൻ കണക്കായിട്ട് ഈ സൈഡ് വശങ്ങളൊന്ന് മാറ്റി മാറ്റി കൊടുക്കണം. തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം അടിക്കുന്നത്. പിന്നെ നമ്മൾ തകർക്കും. പക്ഷെ നേരെ ഇരുട്ടാതൊന്ന് സഹായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇത് വെന്ത് കണ്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കിടന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. അതിന് മുമ്പ് ഇതിനകത്തൊക്കെ എണ്ണ നിൽക്കും. അപ്പം ഇതൊന്ന് ഈ എണ്ണ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മളിത് ഇതിനകത്തോട്ട് മാറ്റി. ഒരു വാഴയിലയിലാണ് നമ്മളിത് മാറ്റിയേക്കുന്നത്. അവിടെ ഇരിക്കട്ടെ. നല്ല മണമുണ്ട് കേട്ടോ. നമുക്ക് അടുത്തും കൂടെ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അടുത്തതും കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണേ. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുക രസമെന്നറിയാമോ? ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾ വെച്ചിരിക്കുന്ന തീയൊക്കെ കറക്റ്റാണ്. കൂടുതലും അല്ല കുറവുമല്ല. നമുക്ക് ഈ രണ്ടാമതിട്ട കോഴിക്കൂട്ടം നല്ലവണ്ണം വെന്തിട്ടുണ്ടേ. നമുക്ക് എടുക്കാൻ പരുവായി. ഇതെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് എണ്ണ ഇരിക്കും. അപ്പോൾ നമുക്കിത് എണ്ണ ഇങ്ങനൊന്ന് കളയണം. നമുക്കിതൊന്ന് എടുത്ത് മറ്റേൻ്റെ കൂട്ടത്തിൽ കൊണ്ടങ്ങ് വെക്കാം. ഇവിടെ അതപ്പം നേരെ ഇരുട്ടിപ്പോയി. രണ്ടും ഇരിക്കുന്ന ഇരിപ്പുണ്ടാ. എന്താ ഒരു ലുക്കല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയം ഇരുട്ടിപ്പോയി. എന്നാലും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒരു വിളക്കും പിന്നെ ലൈറ്റിൻ്റെ സെറ്റിങ്സൊക്കെ വെച്ചാണ് ഇതിപ്പോൾ എടുക്കുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മൾ എത്ര ഇരുട്ടാണെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് ഇത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ശകലം ടൊമാറ്റോ സോസ് കൊണ്ടുവന്നിട്ടുണ്ട്, കെച്ചപ്പ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. ഓക്കെ, ഇച്ചിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒരു ചിക്കൻ ഇതുപോലെ എടുക്കുക. ഇത് പൂ പോലല്ലേ ഇളകി വരുന്നുണ്ട്. കണ്ടോ, എണ്ണ ഇച്ചിരി കൂടുതലുണ്ട്, എന്നാലും സാരമില്ല. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ മുക്കി ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ പൂ പോലെ ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്താൽ പോരാ, അവിടെ ക്യാമറ പിടിക്കുന്ന തോമാച്ചനോടുണ്ട്. എങ്ങനെയുണ്ട്? ഒന്ന് കഴിച്ചു നോക്ക്. സൂപ്പർ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മളുണ്ട്, നന്നായിട്ടുണ്ട്. നമ്മുടെ KFC കഴിക്കുന്ന പോലെ അതേ ഒരു ഫീലിംഗ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര ക്ലിയർ ആയിട്ട് വരുമെന്ന്. എണ്ണ ഒന്നും തോർന്നിട്ടില്ല കേട്ടോ. എണ്ണ ഇച്ചിരി ഉണ്ട്, എന്നാലും സൺഫ്ലവർ ഓയിലായതുകൊണ്ട് വലുതായിട്ട് അതിനകത്ത് ഫാറ്റ് വരുന്നില്ല. അപ്പം KFCയുടെ അതേ ഒരു ആംബിയൻസ് നമുക്ക് ഗുഡ് ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പക്കാവാണ്. കറക്റ്റ് ഒരു അളവിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്താൽ മാത്രം പോരാ, വേറെ ഒരു സാധനം കൂടെ ചെയ്യണം. എന്തോ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് എനേബിൾ ചെയ്യണം. അപ്പോൾ മറക്കാതെ ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ നന്ദി. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. എല്ലാത്തിനും വളരെ നന്ദി.
അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ. നമ്മുടെ ക്യാമറമാൻ തോമാച്ചനോടൊപ്പം സൈനിങ് ഔട്ട്, Tbspn. ബൈ.